Welcome to our next class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഷുവർട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ അഞ്ചാമത്തെ ഒരു പോയിന്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷെ ആ പോയിന്റ് അത് ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നു. അത് യാദൃശ്യമായി സംഭവിച്ച ഒരു മിസ്സിംഗ് ആണ്. അത് പോയിന്റ് ഇതായിരുന്നു, അഞ്ചാമത് ഗ്യാരണ്ടി ബൈ മിസ്റെപ്രസെൻറ്റേഷൻ. If the guarantee of the surety is obtained by misrepresentation or concealing some material matter or facts, the contract of guarantee will be discharged and the surety will be free from liability. ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ ഗ്യാരണ്ടി ബൈ മിസ്റെപ്രസെൻറ്റേഷൻ ഇത് നമ്മൾ പറയണേ. ഇഫ് ദ ഗ്യാരണ്ടി ഈസ് ഒബ്റ്റൈൻഡ് ബൈ misrepresentation or by concealing some material information, then the guarantee will be discharged and the surety will be free from liability. അത് ഒരു വാണിംഗ്. ലൈബിലിറ്റി ഓഫ് ഷുവർട്ടിയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ലൈബിലിറ്റി ഓഫ് ഷുവർട്ടിയിൽ പറയേണ്ടത് ഷുവർട്ടിയുടെ ബാധ്യതയെക്കുറിച്ച് പ്രത്യേകമായി, അല്ലെങ്കിൽ ഷുവർട്ടിയുടെ ബാധ്യതയിൽ കോൺട്രാക്റ്റിൽ കോൺട്രാക്റ്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഷുവർട്ടിയോട് വ്യക്തമാക്കാതിരുന്നാൽ അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെച്ചാൽ ആ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിക്ക് സാധ്യതയില്ല. അതാണ് ആ പോയിന്റ്. സോ ദാറ്റ്സ് ഓവർ. ഇനിയിപ്പോൾ ടുഡേസ് അവർ പോർഷൻ ദാറ്റ് ഈസ് റൈറ്റ് ഓഫ് ഷുവർട്ടി. അത് നമ്മൾ പറയേണ്ടത് the contract act provide rights upon the surety in addition to the liability stated under section 128 of the act. സെക്ഷൻ 128 പ്രകാരം ഷുവർട്ടിയുടെ ബാധ്യതകളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിലും ആ ബാധ്യതകൾക്ക് പുറമെ അതിനതീതമായിട്ട് ഷുവർട്ടിക്ക് അവകാശങ്ങളും ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം നോക്കുന്ന പോയിന്റ്, സെക്ഷൻ 128 പ്രകാരം ഷുവർട്ടിയുടെ ബാധ്യതകളാണ് നമ്മൾ പഠിച്ചത്. In addition to the liability, surety has some rights. ഇത്രയേ ഉള്ളൂ. What are the rights of surety? That is our portion. അപ്പം നോക്കൂ, the right of the surety can be classified into two. Right upon, രണ്ട് പാർട്ടികളല്ലേ ഉള്ളത്, പ്രിൻസിപ്പൽ ഡെറ്ററും ക്രെഡിറ്ററും. So the rights of surety can be classified under two heads: right upon principal debtor and rights upon creditor. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതാണിത്. നോക്കിക്കേ, the right of the surety can be classified under two heads: rights upon principal debtor and rights upon creditor. അപ്പോൾ അതിൽ ഒന്നാമത്തെ എന്താണ്? റൈറ്റ് അഗേൻസ്റ്റ് പ്രിൻസിപ്പൽ ഡെറ്റർ എന്നാണ്. അഥവാ റൈറ്റ് അപ്പോൺ പ്രിൻസിപ്പൽ ഡെറ്റർ എന്നോ റൈറ്റ് അഗേൻസ്റ്റ് പ്രിൻസിപ്പൽ ഡെറ്റർ എന്നോ പറയുക. അതിൽ ഒന്നാമത്തെ എന്താ? റൈറ്റ് ടു ബി സബോഗേറ്റഡ്. സബോഗേഷൻ മീൻസ് പുട്ട് ടു അനദർ. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. അതിന്റെ മീനിങ് ആണ്, വാക്കിന്റെ അർത്ഥമാണ്. സബോഗേഷൻ മീൻസ് പുട്ട് ടു അനദർ. മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിനെയാണ് സബോഗേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. Where the guaranteed debt has become due and the surety has paid all that is liable, surety is with all rights which the creditor had against the principal debtor. വളരെ സിമ്പിൾ ആണ്. Where the guaranteed debt has become due, where the guaranteed debt has become due എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടി തുക കൊടുക്കേണ്ടതായ സമയമായി. And the surety has paid all that is liable. എന്തോരം ബാധ്യതയാണോ ഏറ്റെടുത്തത് അത് മുഴുവൻ കൊടുത്തു. ഓക്കെ. Where the guaranteed debt has become due and the surety has paid all that is liable, then surety is with all rights which the creditor had against the principal debtor. ക്രെഡിറ്ററിന് പ്രിൻസിപ്പൽ ഡെറ്ററിന്റെ പേരിൽ എന്തൊക്കെ തരത്തിലുള്ള അവകാശങ്ങളുണ്ടോ ആ അവകാശങ്ങൾ മുഴുവനും നേരിട്ട് ഷുവർട്ടിക്ക് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നതിനെ, കൈമാറ്റം ചെയ്യുന്നതിനെയാണ് പുട്ട് ടു അനദർ എന്ന് പറയുക. വാക്യം ശ്രദ്ധിച്ചു, വാക്യം നോക്കിക്കോളൂ. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം, പക്ഷെ വളരെ സിമ്പിൾ ആണ്. ഇവിടെ where the guaranteed debt has become due and
കേട്ടാ, ഷുവർട്ടി ഹാസ് പെയ്ഡ് ആൾ ദാറ്റ് ഈസ് ലൈബിൾ. അയാള് ലൈബിളായിട്ടുള്ളത്, ബാധ്യതയായിട്ടുള്ളത് എന്തോ അത് മുഴുവനും കൊടുത്ത് തീർത്തു. അപ്പോഴോ ഷുവർട്ടി, ദെൻ ഷുവർട്ടി ഈസ് വിത്ത്, ദെൻ എന്ന് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഷുവർട്ടി ഈസ് വിത്ത് ഓൾ റൈറ്റ്സ് വിച്ച് ദ ക്രെഡിറ്റർ ഹാഡ് അഗൈൻസ്റ്റ് പ്രിൻസിപ്പൽ ഡെറ്റർ. ഈ ക്രെഡിറ്റർക്ക് പ്രിൻസിപ്പൽ ഡെറ്ററിന്റെ പേരിൽ എന്തൊക്കെ അവകാശങ്ങൾ ഉണ്ടായിരുന്നു ആ അവകാശങ്ങളൊക്കെയും ആ പ്രിൻസിപ്പൽ ഡെറ്ററിൽ നിന്ന് ആരിലേക്ക് മാറണം? ഷുവർട്ടിയിലേക്ക് മാറണം. അങ്ങനെ മാറ്റപ്പെടുന്നതിനെയാണ് സബോഗേഷൻ എന്ന് മാറ്റപ്പെടുന്നതിനെയാണ് സബോഗേഷൻ അഥവാ പുട്ട് ടു അനദർ എന്ന് പറയുന്നത്. ഓക്കെ, ആ പോർഷൻ അവിടെ തീർന്നു. ഇനി അതിന്റെ രണ്ടാമത്തത് എന്താ? റൈറ്റ് ടു ബി റിലീവ്ഡ്. റിലീവ്ഡ് എന്ന് പറഞ്ഞാല് മുക്തനാകുക, ബാധ്യതയിൽ നിന്ന് ഒഴിയുന്നതിനെയാണ് റൈറ്റ് ടു ബി റിലീവ്ഡ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്താ? റൈറ്റ് ടു ബി റിലീവ്ഡ് ബിഫോർ മേക്കിംഗ് എനി പേയ്മെന്റ് അണ്ടർ ദ ഗ്യാരണ്ടി the surety can compel the principal debtor to relieve him from the liability. നമ്മൾ പ്രിൻസിപ്പൽ ഡെറ്ററിന്റെ പേരുള്ള ഷുവർട്ടിയുടെ അവകാശത്തെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. വളരെ സിമ്പിളായ കാര്യമാണ്. ഞാൻ ഗ്യാരണ്ടീഡ് ഡെറ്റ് കൊടുക്കേണ്ട ബാധ്യത എനിക്കുണ്ടായി. എന്തുകൊണ്ടെന്നാൽ പ്രിൻസിപ്പൽ ഡെറ്റർ പരാജയപ്പെട്ടു. അങ്ങനെ ഞാൻ ക്രെഡിറ്റർക്ക് കാശ് കൊടുക്കേണ്ടതായ സാഹചര്യം വന്നപ്പോൾ ക്രെഡിറ്റർ എന്നോട് പണം അടയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പണം അടയ്ക്കുന്നതിന് മുമ്പ് പ്രിൻസിപ്പൽ ഡെറ്ററിനോട് എനിക്ക് പറയാം ഈ ബാധ്യതയിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരണമെന്ന്. മനസ്സിലായോ? അപ്പോൾ ഒരു കാര്യം എന്താ? ഒരു സഹായം ചെയ്ത ആളാണ് ഷുവർട്ടി. ആ ഷുവർട്ടിക്ക് ഇപ്പൊ ബാധ്യതയായി. അതുകൊണ്ട് ഷുവർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രിൻസിപ്പൽ ഡെറ്ററിനോട് പറയാൻ നിർബന്ധമായും അവകാശമുണ്ട്. എടാ, എന്നെ ഈ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കി തരൂ, താങ്കൾ എന്നെ ഒന്ന് ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കി തരാനുള്ള അപേക്ഷ പറയാൻ അല്ലെങ്കിൽ റിക്വസ്റ്റ് നടത്താൻ അവകാശമുണ്ടെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മലയാളം മനസ്സിലായാലും ഇംഗ്ലീഷ് ഇത്രയേ ഉള്ളൂ. when the before making any payment under the contract of guarantee the surety can compel the principal debtor to relieve him from the liability. compel or ask, പറയുക എന്നോ നിർബന്ധിക്കുക എന്നോ അർത്ഥം. Before making any payment under the contract of guarantee, surety can compel the principal debtor to relieve him from the liability. അടുത്ത് നമ്മൾ പറയുന്നത് അതിന്റെ മൂന്നാമത്തെ പോയിന്റാണ് ഇൻഡെംനിറ്റി. ഇൻഡെംനിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു ഇൻ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ദർ ഈസ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. ആരൊക്കെ തമ്മിലുള്ള കോൺട്രാക്റ്റിലാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ഉള്ളത്? പ്രിൻസിപ്പൽ ഡെറ്ററും ഷുവർട്ടി. നമ്മൾ പറഞ്ഞു 3 കോൺട്രാക്ട് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. 3 രേഖാഖണ്ഡമുണ്ട്. അതിൽ മൂന്നാമത്തെ രേഖാഖണ്ഡമാണ് പ്രിൻസിപ്പൽ ഡെറ്ററും ഷുവർട്ടിയും തമ്മിലുള്ള കോൺട്രാക്ട്. ആ കോൺട്രാക്റ്റ് ആണ് ഇൻഡെംനിറ്റി. എന്താ ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ മൂലം താങ്കൾക്കോ ഞാനുമായിട്ടുള്ള കോൺട്രാക്റ്റിലൂടെ താങ്കൾക്ക് ഞാൻ മൂലമോ മറ്റാരെങ്കിലും മുഖാന്തരമോ നഷ്ടമുണ്ടായാൽ ഒഴിവാക്കി കൊടുത്തുകൊള്ളാമെന്നാണ് ഇൻഡെംനിറ്റി. ഈ കാര്യം നമ്മളിവിടെ പറയുന്നത്. Contract. In every contract of guarantee, there is an implied promise by the indemnifier. ആരാ ഇവിടുത്തെ indemnifier? Principal debtor. Okay? Indemnifier. അതാണ് principal debtor എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. To indemnify the surety. To indemnify the surety. And the surety is to recover from the principal debtor whatever sum assume ആണ് കേട്ടോ തുക. വാട്ട് എവർ സം ഹി ഹാസ് പെയ്ഡ് റൈറ്റ്ഫുള്ളി അണ്ടർ ദ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. ഇവിടെ പ്രിൻസിപ്പൽ ഡെറ്ററിന്റെ പേരുള്ള ബാധ്യതയിൽ ഷുവർട്ടി ക്രെഡിറ്റർക്ക് എത്ര തന്നെ തുക കൊടുത്തുവോ അത്രയും തുക ഷുവർട്ടിക്ക് പ്രിൻസിപ്പൽ ഡെറ്ററിൽ നിന്ന് വസൂലാക്കുവാൻ അധികാരമുണ്ട്. അത് ഇൻഡെംനിറ്റിയുടെ സപ്പോർട്ടിലാണ് എന്നാണ് ഈ പറഞ്ഞത്. ഒന്നുകൂടി പറയാം. In every contract of guarantee, there is an implied promise by the indemnifier. Who is the indemnifier here? Principal debtor. ഇയാളാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? To indemnify the surety, and the surety is to recover from the principal debtor whatever sum he has paid rightfully under the contract of guarantee. Whatever sum he has paid rightfully under the contract of guarantee. അത്രയും പറയുമ്പോൾ ആ പോയിന്റ് ഈ പോയിന്റ് ഒന്നുകൂടി ശ്രദ്ധിച്ചോളണം.
ഒന്നുകൂടി ഇറ്റ്സ് ലെങ്തിയാണ്. ഇൻ എവറി കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ദർ ഈസ് ആൻ ഇംപ്ലൈഡ് പ്രോമിസ് ബൈ ദ ഇൻഡംനിഫയർ. പ്രിൻസിപ്പൽ ഡെറ്റർ എന്ന് അർത്ഥം. ടു എന്തിന്, എന്താ പ്രോമിസ്? ടു ഇൻഡംനിഫൈ ദ ഷുവർട്ടി. ഷുവർട്ടിക്ക് ഉണ്ടാകുന്ന നഷ്ടം ഒഴിവാക്കി കൊടുത്തുകൊള്ളാമെന്ന്. ആൻഡ് ദ ഷുവർട്ടി ഈസ് ടു റിക്കവർ from the principal debtor whatever sum he has paid rightfully under the contract of guarantee. നിങ്ങൾക്കൊന്ന് നോക്കി എഴുതാം. ആ നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ സ്വല്പ സമയം മാറിത്തരാം. യു മേ റൈറ്റ് ഇറ്റ്. നോക്കിക്കോളൂ, നോക്കി എഴുതിക്കോളൂ. ഓക്കെ, അത് എഴുതി കഴിഞ്ഞല്ലോ. ഓക്കെ, ദാറ്റ് ഈസ് എനഫ് ഫോർ ദ ഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ദ ക്ലാസ്. നമസ്തേ.